നമസ്കാരം. എല്ലാവർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2024 വിഷുഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാള വർഷം, കൊല്ലവർഷം 1199 മേടമാസം 1-ാം തീയതി മുതൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മേട വിഷു സംക്രമം നടന്നത് ഏപ്രിൽ 13-ാം തീയതി രാത്രി 9:15 മകയിരം നക്ഷത്രത്തിൽ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്, എല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല. എന്താണല്ല, വിഷു സംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയും അതേ തുടർന്നുണ്ടാകുന്ന സാധാരണ ഗ്രഹം മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ആണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ വിഷു ഫലങ്ങളാണ്, വിഷു സംക്രമ ഫലങ്ങളാണ്. അത് സാധാരണ ഗ്രഹചാര ഫലവുമായിട്ട് നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കാരണം നമ്മൾ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും ആ സംക്രമത്തിൻ്റെ പ്രത്യേകതകളും കൂടെ കണക്കിലെടുത്ത് പറയുന്നത് കൊണ്ട് അല്പവ്യത്യാസമൊക്കെ ഉണ്ടാകാം. എങ്കിലും പൊതുവായിട്ട് നോക്കുമ്പോൾ ഗ്രഹചാര ഫലങ്ങളും വിഷു ഫലങ്ങളും പരസ്പരം എതിരായിട്ട് വരുന്നില്ല, ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ആ സംക്രമ ഫലങ്ങളും പ്രത്യേകം എടുത്ത് പറയുന്നത് കൊണ്ട് ഉള്ള ഒരു വ്യത്യാസമുള്ളൂ. വിഷു സംക്രമം എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക അവസ്ഥ, ഒരു പ്രത്യേക സമയമായിട്ട് തന്നെ കണക്കാക്കിയാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഫലം ഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം. മൂല നക്ഷത്രം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷാരംഭം സാമാന്യം ഗുണകരമായിരിക്കും. മേടം 1-ാം തീയതി മുതലുള്ള കുറച്ച് സമയം ശുഭകരമായിരിക്കും. പിന്നീട് അല്പം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്യും. മൂല നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലം നോക്കുമ്പോൾ അവർക്ക് കുറേയേറെ ഗുണം ലഭിക്കുന്ന കാലമാണ്. പൊതുപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അംഗീകാരമോ ജനശ്രദ്ധയോ ഒക്കെ കിട്ടുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് സാമാന്യം നേട്ടമുണ്ടാകും. അത് പൊതുജനങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും എന്നൊരു ഫലം കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ആ രീതിയിൽ ഉള്ള കാര്യങ്ങളായിരിക്കാം. ജനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ സ്വീകരിക്കുന്ന കാര്യമൊക്കെ അതിനകത്ത് വരാം. പിന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വർഷമാണ്. വിവാഹ ആലോചനകളിൽ തീരുമാനമാകും. പലപ്പോഴും ബന്ധുക്കൾ മുഖേനയായിരിക്കും അത്തരം ആലോചനകൾ വരാൻ സാധ്യതയുള്ളത്. പണമിടപാടുകളിൽ കൃത്യത പാലിക്കാൻ ബുദ്ധിമുട്ടും. പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വസ്തത പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളോട് ഒരു പണം വാങ്ങിച്ചാൽ അത് നിശ്ചിത സമയത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വസ്തതയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. വിവാദപരമായ പല കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ അതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മളുടെ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം നേടാനായിട്ട് കഠിന ശ്രമം ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ ശ്രമത്തിലൂടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. കുടുംബസൗഖ്യം വർദ്ധിക്കും. വീട്ടിലേതെങ്കിലും രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കി പണിയാൻ ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. വാഹനം മാറ്റി വാങ്ങാനൊക്കെ ആലോചിക്കും. ദീർഘയാത്രകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രകൾ ചെയ്യേണ്ട അവസ്ഥകൾ വന്നേക്കാം. അതിൽ നിന്നും ശാരീരികമോ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പണമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പണം കടം കൊടുക്കുമ്പോഴും കടം വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. വരവ് ചെലവുകളുടെ പൈതൃക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഗുണകരമാണ്. തൊഴിൽപരമായിട്ടും ഗുണകരമാണ്. പ്രൊമോഷൻ ലഭിക്കാനൊക്കെയുള്ള സാധ്യതയുള്ള വർഷമാണ് മൂല നക്ഷത്രക്കാർക്ക്. സാമ്പത്തികമായിട്ട് സാമാന്യം നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. ജോലിയിലൂടെയാണെങ്കിലും വ്യാപാരത്തിലൂടെയാണെങ്കിലും സാമാന്യം സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ജോലിയിലാണെങ്കിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ഗ്രേഡൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മൂല നക്ഷത്രക്കാർ ശാസ്താവിനെ ഭജിക്കുന്നത് ഗുണകരമാണ്. പിന്നെ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് വളരെ ഗുണകരമാണ്. ഏതൊരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പും ഗണപതി ഭഗവാന് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു വിളക്കെങ്കിലും തെളിയിച്ചിട്ട് പോവുക. അതുപോലെ ശാസ്താവിന് എള്ളുപായസം നേദിക്കുന്നതും ഈ സമയത്ത് നല്ലതാണ്. പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. പുഷ്പാഞ്ജലി തന്നെ പല വസ്തുക്കൾ കൊണ്ട് ചെയ്യാറുണ്ട്. അപ്പം
അത് ഓരോ ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ച് ചെയ്യുക. എല്ലാം കൂടെ ഇവിടെ വിശദീകരിച്ചാൽ ഒരുപാട് വീഡിയോ നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതാണ് മൂല നക്ഷത്രക്കാരുടെ അനുഭവം. അടുത്തത് പൂരാടം നക്ഷത്രക്കാരുടെ അനുഭവങ്ങളാണ്. അവർക്ക് ശ്രേഷ്ഠമായ ഒരു വിഷുഫലം എന്ന് പറയാം ഈ വർഷം. അവർക്ക് സാമ്പത്തികമായിട്ട് സാമാന്യം ഉയർച്ച കിട്ടുന്ന സമയമാണ്. കടമൊക്കെ ഒരു പരിധിവരെ വീട്ടാനായിട്ട് സാധിക്കും. ബഹുജനങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കും. ആരോഗ്യവും പൊതുവെ നന്നായിരിക്കും. ജോലിയിലൊക്കെ ആണെങ്കിൽ പ്രൊമോഷൻ കിട്ടാനും, അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനോ, അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഡിവിഷൻ്റെ മേധാവിയായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. കർമ്മ പുരോഗതിയുള്ള കാലമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളിലും നേതൃത്വം വഹിക്കാൻ സാധിക്കും. വരവും ചെലവും അധികരിച്ചിരിക്കും. പണം ലഭിക്കാൻ സാധ്യതയുണ്ട്, ചെലവും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. സന്താന ഗുണമുണ്ടാകും. വളരെ കാലമായിട്ട് സന്താനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പൂരാട നക്ഷത്രക്കാർക്ക് സൽസന്താന യോഗം, നല്ല കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. പക്ഷേ വീട്ടിലെ ബന്ധുക്കളുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വരച്ചേർച്ചക്കുറവ് എന്ന് പറയുന്നതാണ് നല്ലത്. പിണക്കം എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സ്ത്രീജനങ്ങൾ മുഖേനയാണ് കലഹമുണ്ടാകാൻ സാധ്യതയുള്ളത്. ബന്ധുജനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുടെയും മറ്റും വീട്ടിൽ നടക്കുന്ന വിവാഹത്തിൽ സംബന്ധിക്കാനുള്ള യോഗമുണ്ട്. കേസുകളിലും മറ്റും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അശ്രദ്ധ കൊണ്ടാണ് പല ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. വാഹനയാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തുക. ചെറിയ വീഴ്ച, പരിക്ക് തുടങ്ങിയവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. സ്ഥലം വാങ്ങി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ വർഷം അത് സാധിക്കും. സന്താന യോഗം നേരത്തെ പറഞ്ഞല്ലോ. കൂട്ടുകെട്ടുകൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. എല്ലാ കൂട്ടുകെട്ടുകളിലും പോയി പെടരുത്. നേരത്തെ പറഞ്ഞല്ലോ, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടം. കൂട്ടുകെട്ടിൽ പെട്ട ഒരാൾ മോശമായ ഒരു കാര്യം ചെയ്താലും അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മളുടെ വ്യക്തിത്വത്തെയും ബാധിക്കും. നമ്മുടെ പേരിനെയും കളങ്കപ്പെടുത്തും അത്. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ മാത്രം ഈ സമയത്ത് തിരഞ്ഞെടുക്കുക. സാമ്പത്തിക അച്ചടക്കം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ വാരിക്കോരി ചെലവഴിക്കാതെ സാമ്പത്തികമായിട്ടൊരു അച്ചടക്കം പാലിക്കുക. വരവും ചെലവും അധികരിക്കും എന്ന് പറഞ്ഞല്ലോ. സമ്പത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കണ്ടമാനം ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാകും. അപ്പം പൂരാട നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക. ചൊവ്വാഴ്ചകളിൽ ദേവിയെ ഭജിക്കുന്നതും വളരെ ഗുണകരമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെയും ദേവിയെയും ഭജിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചകളിൽ. അതുപോലെ വെള്ളിയാഴ്ചകളിൽ അന്നദാനം പോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ്. കുടുംബദേവത ആരാന്നറിയാമെങ്കിൽ അവിടെ പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണകരമാണ്. അപ്പോൾ ഈ അപകട സാധ്യതകളൊക്കെ അങ്ങ് മാറിപ്പോവും. അതുപോലെ തന്നെ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നതും ഗുണകരമാണ്. അവർക്ക് ശനിദോഷമൊക്കെ മാറിക്കഴിഞ്ഞു. 7.5 ശനിയുടെയൊക്കെ ദോഷം മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു സൂക്ഷ്മത വേണ്ട സമയമാണ്. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. ഉത്രാടം ധനുക്കൂറിലും മകരക്കൂറിലുമായിട്ടാണ് വരുന്നത്. അവർക്ക് സാമാന്യം ഗുണഫലമാണ് ഈ സമയത്തുണ്ടാകുന്നത്. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങളിൽ നിന്നും അംഗീകാരം കിട്ടുന്ന കാലമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഗുണകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ധനുക്കൂറിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച്. മകരക്കൂറിൽപ്പെട്ടവർക്ക് അത്ര തന്നെ നന്നായിരിക്കില്ല. എങ്കിൽ പോലും തീരെ മോശമൊന്നും പറഞ്ഞുകൂടാ. മനസ്സിന് നിയന്ത്രണം ഉണ്ടാകും. നല്ല ധൈര്യത്തോടൊക്കെ കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അയൽക്കാരുമായിട്ട് നല്ല സൗഹൃദം പുലർത്താൻ സാധിക്കും. ബന്ധുഗുണം വർദ്ധിക്കും. മുടങ്ങിയ പല പ്രവർത്തനങ്ങളും വീണ്ടും തുടങ്ങാനായിട്ട് സാധിക്കും. കൃഷിഭൂമിയിൽ നിന്നും മറ്റും ധനലാഭം ഉണ്ടാകും. കൃഷിയൊക്കെ വീണ്ടും ആരംഭിക്കാനായിട്ട് സാധിക്കും. അടുത്ത ബന്ധുക്കൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നവർക്ക് രോഗമുക്തി ഉണ്ടാകുന്ന കാലമാണ്. തൊഴിൽപരമായിട്ട് ഗുണകരമായ സമയമാണ്. തൊഴിലിൽ അനുകൂലമായ സാഹചര്യമുണ്ടാകും. നമ്മുടെ പ്രവർത്തനങ്ങൾ മേലധികാരി അംഗീകരിക്കും. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ ഉത്രാടം നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സുഹൃത്ത് സമാഗമം ഉണ്ടാകും. സ്കൂളിലോ കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരെ കാണാനും അവരോടൊത്ത് അല്പസമയം ചെലവഴിക്കാനൊക്കെ സാധിക്കും.
സഹോദരങ്ങളിൽ നിന്നും അനുഭവ ഗുണമുള്ള സമയമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അകന്നു കഴിഞ്ഞ ദമ്പതിമാർക്ക് ഒന്നിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് നിർമ്മാണമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ജോലിയിൽ ഗുണകരമായ സാഹചര്യമുണ്ടാകും. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. എന്നാൽ ധനഭാവം പൂർണ്ണമായിട്ടും ഗുണകരം എന്ന് പറഞ്ഞുകൂടാ. ചെറിയ തോതിൽ കടങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് കൃത്യസമയത്ത് പണം ലഭ്യമാകാതെ ബുദ്ധിമുട്ടാനോ ഒക്കെ സാധ്യത ഉണ്ട്. എന്നാൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. വിദേശ ജോലിയോ വിദേശ പഠനമോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് സാധിക്കുകയും ചെയ്യും. എന്നാൽ പൊതുവെ ജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരം ഉണ്ടാകും. സഹോദര സ്ഥാനത്തിലുള്ളവരിൽ നിന്ന് സഹോദര സ്ഥാനീയരുടെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും സാധിക്കാൻ ഇടയാകും. ഗൃഹാന്തരീക്ഷം പൊതുവെ സംതൃപ്തമായിരിക്കും. വാഹന സംബന്ധമായിട്ട് ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ അലസത ഉണ്ടാകാതെ കുട്ടികൾ ശ്രദ്ധിക്കണം. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ പോയി ഇടപെടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. ജോലിസ്ഥലത്ത് ആണ് പ്രത്യേകിച്ച് ഇതിന് സാധ്യതയുള്ളത്. നമ്മുടെ കർമ്മരംഗത്ത് അവിടെ മറ്റേതെങ്കിലും 2-3 പേര് തമ്മിലുള്ള തർക്കത്തിൽ നമ്മൾ പോയി അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ച് ആ തർക്കത്തിൻ്റെ ഭാഗമാകാൻ ഇടയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വന്നാൽ അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുക. ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ വളരെ പ്ലെയിനായിട്ടുള്ള വളരെ ജനറലായിട്ടുള്ളൊരു അഭിപ്രായം മാത്രം പറയുക. നമ്മളതിനകത്ത് ഇൻവോൾവ് ആകുന്ന ഒരു കാര്യവും നമ്മളതിനകത്ത് ഉൾപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായവും പറയാതിരിക്കുക. പിന്നെ അവർ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഉത്രാട നക്ഷത്രക്കാർ ഈ സമയത്ത് അവൽ നിവേദ്യമോ അല്ലെങ്കിൽ കദളിപ്പഴം നിവേദിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ പൂവൻപഴമാണെങ്കിലും മതി, പൂവൻപഴവും അവലും കൂടെ നിവേദിക്കുന്നത് നല്ലതാണ്. പിന്നെ ധാരാളം വഴിപാടുകളുണ്ട്. ഹനുമാൻ സ്വാമിക്ക് ചെയ്യാവുന്ന വെണ്ണ സമർപ്പിക്കുക, അർച്ചന സമർപ്പിക്കുക, പലതരത്തിലുള്ള വിളക്കുകൾ സമർപ്പണം, പുഷ്പം സമർപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. അതിൽ ഓരോ ആവശ്യത്തിനുമുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടുകൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. എപ്പോഴും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു സാന്നിധ്യം ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് വളരെ ഗുണകരമാണ്. ഒരുപാട് ദോഷങ്ങൾ അതുവഴി അകന്നു പോകുന്നതാണ്. പിന്നെ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഈ മകരക്കൂറിൽപ്പെട്ടവർ പ്രത്യേകിച്ചും, അത് ശനിയുടെ രാശിയുടെ ആണല്ലോ. ശനി ദോഷകാരകനല്ല മകരക്കൂറിന്, എങ്കിലും 2-ൽ സഞ്ചരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതോടൊപ്പം തന്നെ മൂലത്രികോണ ക്ഷേത്രത്തിലാണെന്നുള്ള ഒരു ഗുണവുമുണ്ട്. എങ്കിൽ പോലും ആ ശനിയുടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട്, ദോഷം മാറിയിട്ട് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഉത്രാട നക്ഷത്രക്കാർ ശാസ്താവിന് വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ കുടുംബ ദേവതയ്ക്ക് പട്ട് സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇതാണ് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ സാമാന്യമായ ഒരു വിഷുഫലം പറയാനുള്ളത്. പൊതുവെ നോക്കുമ്പം ഗുണകരമാണ് 3 നക്ഷത്രക്കാർക്കും. ചെറിയ ചെറിയ ദോഷങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകും. എപ്പോഴും നമ്മൾ ഈ ഗുണദോഷ സമ്മിശ്രം എന്നും ഗുണം കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നമുക്ക് അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ച് ഒരു സൂചന എന്നുള്ളത് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മളാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മുടെ ബുദ്ധിപൂർവമല്ലാത്ത ഇടപെടലുകൾ മൂലമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഏതൊരു കാര്യവും ആലോചിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഗുണം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ 3 നക്ഷത്രക്കാരുടെ വിഷുഫലം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഐശ്വര്യങ്ങൾ സിദ്ധിക്കട്ടെ. ഈ വിഷു വർഷം, മേടം 1 മുതലുള്ള ഒരു വർഷം ഏറ്റവും ഗുണകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഒരിക്കൽ പോയ അവസരം പിന്നെ തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.